എസ് ബി ഐയുടെ ടാസ്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഈ പ്രൊഫൈൽ ഐ ഡി, സ്റ്റാഫ് ഐ ഡിയും കൊടുത്ത് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് അതിൽ ടുഡേ ടാസ്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യണം. ഗോ ടു കൊടുക്കണം. അപ്പോൾ ഒരു വെയിറ്റിങ്ങിൻ്റെ ടൈമറൊക്കെ വരും. ഈ ടൈമർ തീർന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താലേ അടുത്ത് ടാസ്ക് പേജിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഇവിടെ ടൈമർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ടൈമർ തീർന്ന് 0 ആയിട്ടുണ്ട്. എന്നിട്ട് ഗോ ടു ടാസ്ക് പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യണം. മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ താഴോട്ട് പോകുമ്പോൾ കറക്റ്റ് വായിച്ച് നോക്കുമ്പോൾ അറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാനുള്ളത്, താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ കണ്ട ഡൗൺലോഡ് ടാസ്ക് ഇമേജ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഒരു സംഭവം കാണും. അതാദ്യം നമ്മൾ ഡൗൺലോഡ് കൊടുക്കണം. അപ്പോൾ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവണം, നമുക്ക് കാണാം. ഇവിടെ ഡൗൺലോഡായി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഡൗൺലോഡ് ആയതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ഡൗൺലോഡ് ആയിട്ടുള്ളത്. നമ്മൾ ഗാലറിയിൽ വരും അത് കറക്റ്റായിട്ട്. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമേജ് വെച്ചായിരിക്കണം നമ്മൾ പോസ്റ്റ് ചെയ്യാനുള്ളത്. ബാക്കി സെയിം ആണ്. നമ്മളിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പോസ്റ്റ് സാധാ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് ഡൗൺലോഡായ ആ ഒരു ഫോട്ടോ. കറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് സാധാരണ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യണം. കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്യണം. അടുത്ത് ഇനി ചെയ്യാനുള്ളത്, കറക്റ്റ് ഇതിനൊരു ക്യാപ്ഷൻ കൊടുക്കണം. എന്തെങ്കിലും ഒരു നല്ല ക്യാപ്ഷൻ കൊടുക്കണം. എന്തെങ്കിലും ഒരു കുറച്ച് 5-6 വേർഡ് വരത്തൊക്കെ ആയിട്ട് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് കൊടുത്തിട്ടുണ്ട്, 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കറക്റ്റ് ആ ടാസ്ക് പേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, കറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഹാഷ് ടാഗ് ഉണ്ട്, കണ്ട, ഇത്രയും കറക്റ്റ് ഹാഷ് ടാഗ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പറഞ്ഞത്ര സ്റ്റെപ്പ് കറക്റ്റ് നമ്മൾ ചെയ്താലേ വർക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇത്രയും കറക്റ്റ് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാം, കറക്റ്റ് ആ ഹാഷ് വരത്തക്ക രീതിയിൽ കോപ്പി ചെയ്തെടുത്താൽ മതി. 4 ഹാഷ് ടാഗ് ഉണ്ട്, കോപ്പി ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ 4 എണ്ണം കറക്റ്റ്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ഈ പോസ്റ്റിന് നമ്മൾ കൊടുത്ത ക്യാപ്ഷനും അതുപോലെ ക്യാപ്ഷനും ഹാഷ് ടാഗിൻ്റെ ഇവിടെ താഴെ കാണാം. ഇത് വരത്തക്ക രീതിയിൽ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. നമ്മളെ ID, പിന്നെ നമ്മളെ ഡൗൺലോഡ് ചെയ്ത ഇമേജ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊടുത്ത ആ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ഗ്രോസറി പർച്ചേസിങ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു വേർഡ്സ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 4 ഹാഷ് ടാഗ് ഇത് വരത്തൊക്കെ ആയിട്ട് കറക്റ്റ് നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ആ ഒരു പേരും പിന്നെ ഈ നമ്മൾ കൊടുത്ത വേർഡ്സും ഹാഷ് ടാഗ് പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ആ ലിങ്ക് കൂടെ കാണാമല്ലോ, കറക്റ്റ് അവിടെ കോപ്പി ചെയ്യാനുള്ള കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് കോപ്പി ചെയ്യണം. ലിങ്ക് കോപ്പിയായി. എന്നിട്ട് നേരെ ബൈമോട്ടിൽ വരണം. ബൈമോട്ടല്ല, നമ്മളെ SBI ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് കറക്റ്റ് കൂടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതൊരു ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്തല്ല, പോസ്റ്റ് ചെയ്തതും നമ്മൾ കൊടുത്ത ആ ഒരു 2-3 വേർഡ്സ് കൊടുത്തല്ല അതും, പിന്നെ ആ ഹാഷ് ടാഗും കാണത്തക്ക രീതിയിലെടുത്ത സ്ക്രീൻഷോട്ട്
കറക്റ്റായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് ആദ്യത്തെ പോസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്, രണ്ടാമത്തെ ഞാൻ അടുത്ത സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ഇത് ഞാൻ ക്ലിക്ക് ചെയ്തങ്ങ് കൊടുത്താൽ മതി, കറക്റ്റ് അങ്ങ് ആയിക്കോളും. അപ്പോൾ അത് ഇവിടെ ആയിട്ടുണ്ട്. ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മതി. ടാസ്ക് സക്സസ്ഫുള്ളായിട്ടുണ്ട്. ഒരിക്കൽ ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും എറർ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് ടാസ്ക് പേജ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അതുപോലെ തന്നെ ലിങ്കും കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്താൽ അത് കറക്റ്റ് സെലക്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമാണോ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ സബ്മിറ്റ് ആവും. പിന്നെ സ്ക്രീൻഷോട്ട് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ക്രോപ്പ് ചെയ്താണ് ഞാൻ എടുത്തത്. അത് നിങ്ങൾ ഫുൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.